ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം യതോ ധർമ്മ സ്തതോ ജയ. ധർമ്മം എവിടെയുണ്ടോ അവിടെയാണ് വിജയം. മഹാഭാരതത്തിൻ്റെ സന്ദേശമാണിത്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദുര്യോധനൻ അമ്മയായ ഗാന്ധാരി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് പോകുന്നു. വിജയീ ഭവ എന്നല്ല അമ്മ പറഞ്ഞത്, യതോ ധർമ്മ തതോ ജയ. ധർമ്മം എവിടെയുണ്ടോ അവിടെയാണ് ജയം. ഗാന്ധാരിയുടെ ഈ വാക്കുകൾ വ്യാസാചാര്യൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഗാന്ധാരിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സന്ദർഭം നമുക്കൊന്ന് അനുസ്മരിക്കാം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. ദുര്യോധനൻ്റെ മരണത്തോടെ അവസാനിച്ചു. എല്ലാവരും വിലാപയാത്രയായിട്ട് കുരുക്ഷേത്രത്തിലെത്തി. ഗാന്ധാരി ദേവിക്ക് ദുഃഖം സഹിക്കാൻ വയ്യ. പുത്രശോകം കൊണ്ട് ആർത്തയായി അമ്മ. പാണ്ഡവന്മാരോടുള്ള ദുഷ്ടത അമ്മയുടെ മനസ്സിൽ വളർന്നു. കോപം സഹിക്കവയ്യാതെ ആ അമ്മ പാണ്ഡവരെ ശപിക്കാൻ ഒരുങ്ങി. ഇത് ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞ വ്യാസാചാര്യർ അമ്മയുടെ മുമ്പിലെത്തി. എന്നിട്ട് പറഞ്ഞു, ദേവി, അരുത്, ശപിക്കരുത്. പാണ്ഡവർ നിരപരാധികളാണ്. അവിടുന്ന് തന്നെയല്ലേ ദുര്യോധനനെ അനുഗ്രഹിച്ചത് യതോ ധർമ്മ സ്തതോ ജയ എന്ന വാക്കുകളാൽ. അവിടുത്തെ വാക്കുകൾ സത്യമാകാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടെന്നാൽ ദേവി അവിടുന്ന് പുണ്യചരിതയാണ്. അവിടുത്തെ വാക്കുകൾ ഇപ്പോൾ സത്യമായി. ഇവിടെ പാണ്ഡവരല്ല ജയിച്ചത്, ധർമ്മമാണ്. തോറ്റത് കൗരവരല്ല, അധർമ്മമാണ്. അതുകൊണ്ട് അവിടുന്ന് പാണ്ഡവരെ അനുമോദിക്കുകയാണ് വേണ്ടത്. മാതൃസഹജമായ സ്നേഹവും ലാളനയും അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ശ്രേയസ്കരം. നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവട്ടെ. ഇത്രയും പറഞ്ഞ് വ്യാസാചാര്യർ പോയി. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗാന്ധാരി ശാന്തയായി. ആ സമയത്ത് ഭഗവാനും പാണ്ഡവരും ഗാന്ധാരിയെ വന്ന് പ്രണമിച്ചു. പക്ഷേ ഭീമസേനൻ്റെ മനസ്സിൽ വല്ലാത്ത ഭയം. ഗാന്ധാരിയുടെ പ്രക്ഷുബ്ധ ഭാവം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയം അടക്കാൻ കഴിഞ്ഞില്ല. കാരണം ഗാന്ധാരി തപസ്വിനിയാണ്, പതിവ്രത രത്നമാണ്, ദിവ്യദൃഷ്ടിയുള്ളവളാണ്, നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ളവളാണ്. ശത്രുക്കളുടെ ഏത് മഹാസ്ത്രത്തെക്കാൾ വലുതാണ് ഈ അമ്മയുടെ വാക്കുകൊണ്ടുള്ള ഒരസ്ത്രം. അതുകൊണ്ട് ഭീമസേനൻ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ചെയ്തു പോയ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണം എന്ന് പറഞ്ഞു. മേലിൽ അമ്മയ്ക്ക് അനിഷ്ടമുണ്ടാകുന്ന യാതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്ന് ഉറപ്പ് നൽകി. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, അമ്മേ, ഞാൻ ഗദ കൊണ്ട് ദുര്യോധനൻ്റെ നാഭിക്ക് താഴെ അടിച്ചാണ് അവനെ കൊന്നത്. പ്രാണരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പ്രാണനെ രക്ഷിക്കേണ്ട സമയം വരുമ്പോൾ ആർക്കാണ് അമ്മേ ധർമ്മബോധം ഉണ്ടാവുക? അതുകൊണ്ട് അമ്മ ക്ഷമിക്കണം. പിന്നെ ഭീമസേനൻ ഇങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, എത്ര ദുഷ്ടതകളാണ് അവർ ഞങ്ങളോട് ചെയ്തത്, പാഞ്ചാലിയോട് ചെയ്തത്. എത്ര ദുരാചാരികളായിരുന്നു അവർ. കുറേ നേരം ആവലാതി പറഞ്ഞുകൊണ്ടിരുന്നു. ഗാന്ധാരി ഒന്നും മിണ്ടിയില്ല. അവസാനം ഗാന്ധാരി ചോദിച്ചു, എന്തിനാണ് നീ ദുശ്ശാസൻ്റെ രക്തം കുടിച്ചത്? ഇല്ല അമ്മേ, ഞാൻ കുടിച്ചിട്ടില്ല. വൃഷസേനൻ നകുലൻ്റെ കുതിരകളെ കൊന്നപ്പോൾ, സൈന്യം ചിന്നിച്ചിതറിയപ്പോൾ എൻ്റെ വിവേകം നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ രക്തം കുടിച്ചിട്ടില്ല. എൻ്റെ ചുണ്ടിലും പല്ലിലും രക്തം പറ്റി എന്നേ ഉള്ളൂ. ഒരിറ്റ രക്തം ഞാൻ ഇറക്കിയിട്ടില്ല അമ്മേ. ഗാന്ധാരിയുടെ അടുത്ത ചോദ്യം. കൗരവർ ദുഷ്ടതയുള്ളവരായിരുന്നു, പാണ്ഡവരോട് ശത്രുത പുലർത്തിയിരുന്നവരായിരുന്നു. എങ്കിലും അവരിൽ ഒരാളെ അവശേഷിപ്പിക്കാമായിരുന്നില്ലേ?
ഈ വൃദ്ധരായ അന്ധരായ മാതാപിതാക്കൾക്ക് ശേഷക്രിയ ചെയ്യാൻ? എന്തുകൊണ്ട് ഒരാളെപ്പോലും നിങ്ങൾ അവശേഷിപ്പിച്ചില്ല? ആ ചോദ്യത്തിന് ഭീമസേനന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഗാന്ധാരി തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ആ കുരുക്ഷേത്രം മുഴുവനും കണ്ടു. അടുത്ത് വ്യക്തമായി കണ്ടു. കുന്നുകൂടി കിടക്കുന്ന ശവശരീരങ്ങൾ, കാലുകൾ മുറിഞ്ഞത്, കൈകൾ മുറിഞ്ഞത്, തലയറ്റുപോയത്, ചോര വാർന്നൊലിക്കുന്നത്, കഴുകനും മറ്റു മൃഗങ്ങളുമൊക്കെ കൊത്തിക്കീറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും കൂടി ആ മൃതദേഹങ്ങളുടെ ഇടയിലേക്ക് പോയി. കാരണം അവരവർക്ക് പ്രിയപ്പെട്ടവരെ അവർക്ക് കാണണം. ആർത്തലച്ച് പരാതികളും അവലാദികളും പറഞ്ഞുകൊണ്ട് എല്ലാവരും പല സ്ഥലങ്ങളിലേക്കായി പോയി. അവരവർക്ക് പ്രിയപ്പെട്ടവരുടെ ശരീരമെടുത്ത് മടിയിൽ വെച്ച് കരയാൻ തുടങ്ങി. ദുര്യോധനൻ്റെ മൃതശരീരം കണ്ടപ്പോൾ ഗാന്ധാരി മോഹാത്സ്യപ്പെട്ടു വീണു. അത് മടിയിലെടുത്ത് വെച്ച് ആ അമ്മ ആർത്തലച്ച് കരഞ്ഞു. കുറേ നേരം അവലാദികൾ പറഞ്ഞു, ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഞങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ചിട്ട് എന്താണ് കാര്യം? കുട്ടികളുടെ യോഗ്യതകളെക്കുറിച്ച് അവർ എണ്ണി എണ്ണി പറഞ്ഞു. കണ്ണുനീര് വറ്റുന്നത് വരെ കരഞ്ഞു. വാക്കുകൾ പുറപ്പെടുവിക്കാൻ ശക്തിയില്ലാതാവുന്നത് വരെ അവലാദികൾ പറഞ്ഞു. അമ്മയ്ക്കറിയാം, കൗരവ സ്ത്രീകൾക്കും അറിയാം, എല്ലാ അനർത്ഥത്തിനും കാരണം കൗരവരാണ് എന്ന്. പക്ഷേ ഗാന്ധാരിക്ക് ആരെയെങ്കിലും ഒന്ന് ശപിക്കാതെ വയ്യ, ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ മുന്നിൽ കാണുന്നത്. ഉടനെ ഗാന്ധാരിയുടെ കോപം മുഴുവനും ശ്രീകൃഷ്ണൻ്റെ നേരെ തിരിഞ്ഞു. ഹേ വാസുദേവ, അങ്ങയുടെ ദൂത് പരാജയപ്പെട്ടപ്പോൾ എനിക്ക് ബോധ്യമായി യുദ്ധം അനിവാര്യമാണ് എന്ന്. എങ്കിലും ഞാൻ ആശിച്ചു, അങ്ങ് സർവശക്തനാണല്ലോ, സർവവ്യാപിയാണല്ലോ, സർവസാക്ഷിയാണല്ലോ, സർവജ്ഞനാണല്ലോ. എങ്കിലും അങ്ങ് തടഞ്ഞില്ല, ആ യുദ്ധം ഒഴിവാക്കിയില്ല. ഇതുകൊണ്ട് ഞാൻ അങ്ങയെ ശപിക്കുകയാണ്. ഇന്നേക്ക് 36 വർഷം തികയുന്ന ദിവസം അങ്ങയുടെ വംശവും ഇതുപോലെ തമ്മിൽ തല്ലി നശിക്കും. യാദവ സ്ത്രീകളും ഇതുപോലെ അലമുറയിട്ട് കരയും. അങ്ങയുടെ ശരീരവും ഒരു ശസ്ത്രം കൊണ്ട് തന്നെ നശിക്കും. ഇത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. ശ്രീകൃഷ്ണൻ അങ്ങനെയാണല്ലോ, എപ്പോഴും മന്ദഹാസവദനനാണ്, കരയാത്ത ദൈവമാണ് കൃഷ്ണൻ. ഭഗവാൻ പറഞ്ഞു, അമ്മേ സന്തോഷമായി, എനിക്ക് എൻ്റെ ഇച്ഛ ഇത് തന്നെയായിരുന്നു. അമ്മ എൻ്റെ ജോലികളെല്ലാം വളരെ എളുപ്പമാക്കി തന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം അമ്മയെ ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ തെറ്റുകാരി അമ്മയാണ്. അമ്മയുടെ മക്കളുടെ സ്വഭാവവും പ്രവൃത്തിയും അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എന്തുകൊണ്ട് അമ്മ അവരെ തടഞ്ഞില്ല? എന്തുകൊണ്ട് അവരെ നേർവഴിക്ക് നയിച്ചില്ല? അതുകൊണ്ട് അമ്മ അറിയണം, അവനവൻ്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ ചുമത്തുന്നത് ശരിയല്ല. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല, ശേഷക്രിയകൾക്ക് കൽപ്പന കൊടുക്കൂ. ഗാന്ധാരിക്ക് ബോധ്യമായി, ഇവിടെ ജയിച്ചത് പാണ്ഡവരല്ല, ധർമ്മമാണ്. ഇവിടെ തോറ്റത് കൗരവരല്ല, അധർമ്മമാണ്. യഥോ ധർമ്മസ്തതോ ജയ. ഇതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഈ വാക്കുകളോടെ ഇന്നത്തെ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.